സുദർശനം ഭാഷാഭാഷ്യം ഗീതാ പ്രഭാഷണ പരമ്പരയുടെ 5-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാം അധ്യായം അർജുന വിഷാദയോഗത്തിലെ 19-ാം ശ്ലോകം വരെയാണ് നാം വിശകലനം ചെയ്തത്. ധൃതരാഷ്ട്രരോടുള്ള സഞ്ജയന്റെ യുദ്ധപശ്ചാത്തല വർണ്ണനകളാണ് കഴിഞ്ഞ ചില ശ്ലോകങ്ങളിലായി നാം കണ്ടത്. ആ ശ്ലോകങ്ങളിൽ നിന്നും പാണ്ഡവപക്ഷത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ടും കൗരവപക്ഷത്തെ അല്പം ഇകഴ്ത്തിക്കൊണ്ടുമാണ് സഞ്ജയന്റെ വർണ്ണനകൾ ഉണ്ടായതെന്നും നാം കണ്ടു. പാണ്ഡവ സൈന്യത്തോട് പരാജയപ്പെടുമോ എന്ന ചിന്ത ധൃതരാഷ്ട്ര ഉള്ളിൽ വളർത്തി യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കാനായിട്ടാകാം സഞ്ജയൻ ഇപ്രകാരം ഒരു നിലപാടെടുത്തതെന്നും അവിടെ വിലയിരുത്തിയിരുന്നു. ഇനി നമുക്ക് തുടരാം. 20-ാം ശ്ലോകത്തിലേക്ക് പോകാം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ ഋഷീകേശം തഥാ വാക്യം ഇദമാഹമഹീപദേ. ഇതിൻ്റെ അർത്ഥം, ഹേ മഹാരാജാവേ, പിന്നീട് ആയുധപ്രയോഗത്തിനുള്ള കാലമായപ്പോൾ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാരെ കണ്ട് വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അർജുന ഉവാച, അതായത് അർജുനൻ പറഞ്ഞു, സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യമസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യേതേത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയചികീർഷവ. ഈ 3 ശ്ലോകങ്ങളുടെ അർത്ഥം, അർജുനൻ പറഞ്ഞു, ഹേ അച്യുത, ദുഷ്ടബുദ്ധിയായ ദുര്യോധനന് പ്രിയം ചെയ്യുവാൻ ഇച്ഛയോടുകൂടി ആരെല്ലാം ഈ യുദ്ധക്കളത്തിൽ വന്നിരിക്കുന്നുവോ അവരെയും ഈ യുദ്ധാരംഭത്തിൽ ഞാൻ ആരോടെല്ലാമാണോ യുദ്ധം ചെയ്യേണ്ടത് അവരെയും അതിനും പുറമെ ഇപ്പോൾ യുദ്ധത്തിനായി ഒരുമ്പെട്ടവരെയും ഞാൻ നല്ലവണ്ണം നോക്കിക്കണ്ടറിയുന്നതുവരെ 2 സേനകൾക്ക് നടുവിലായി എൻ്റെ രഥത്തെ നിർത്തിയാലും. അർജുനന്റെ കൃഷ്ണനോടുള്ള ഈ വാക്കുകൾ കേട്ടാൽ നമുക്കൊന്ന് മനസ്സിലാകും. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഇത് അദ്ദേഹം പറയുന്നത്. 2 സേനകൾക്കും മധ്യത്തിലായി രഥം നിർത്തിയാലും എന്നാണ് അർജുനൻ കൃഷ്ണനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളോട് കൗരവർ ചെയ്ത അനീതികൾക്കും അധർമ്മത്തിനും ഉചിതമായ ഒരു മറുപടി കൊടുക്കാൻ കൊതിക്കുന്ന അർജുന മനസ്സ് ഈ അഭ്യർത്ഥനയിൽ ശരിക്കും നിഴലിക്കുന്നുണ്ട്. ദുർബുദ്ധിയായ ദുര്യോധനന് പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായി ആരൊക്കെയാണോ ഇവിടെ വന്നിരിക്കുന്നവർ, യുദ്ധാഭിലാഷികളായ അവരെ ഞാൻ കാണട്ടെ എന്ന് പറയുന്നതിലും അർജുനന്റെ പ്രതികാര വാഞ്ചയുള്ള മനസ്സാണ് കാണാൻ കഴിയുന്നത്. വില്ലാളി വീരനായ തന്നെ വെല്ലാൻ ആരുണ്ട് എന്നൊരു വെല്ലുവിളി പോലും ഈ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ക്ഷാത്രവീരനായ അർജുനനെ തന്നെയാണ് നമ്മൾ ഈ നിമിഷം വരെ കാണുന്നത്. അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. കൃഷ്ണൻ രഥം കൊണ്ട് 2 സൈന്യങ്ങൾക്ക് നടുവിലായിട്ട് നിർത്തി. ഇനിയും സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുവാണ്, ഏവമുക്തോ ഹൃഷീകേശു ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരുനീതി. ഇതിൻ്റെ അർത്ഥം, സഞ്ജയൻ പറഞ്ഞു, ഭരതവംശജനായ രാജാവേ, അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ 2 സേനയുടെയും മധ്യത്തിൽ ഭീഷ്മർ ദ്രോണർ മുതലായ എല്ലാ പ്രമുഖരുടെയും മുമ്പിലായിട്ട് ശ്രേഷ്ഠമായ രഥത്തെ നിർത്തിയിട്ട്, ഹേ അർജുന, ചേർന്ന് നിൽക്കുന്ന ഈ കൗരവ സൈന്യത്തെ കണ്ടാലും എന്ന് പറഞ്ഞു. കൃഷ്ണൻ രഥം കൊണ്ട് ചെന്ന് ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയും നേരെ നിർത്തി ഈ കൗരവന്മാരെ കണ്ടുകൊള്ളുക എന്ന് അർജുനനോട് പറയുന്നു. ഇതിൽ ഒരു ചെറിയ മനഃശാസ്ത്രം നമുക്ക് കാണാം. ഏത് വീരൻ്റെയും ഉള്ളിൽ ഒരു ദൗർബല്യം പതുങ്ങിക്കിടപ്പുണ്ടാകും.
യുദ്ധരംഗത്ത് കർത്തവ്യവിമുഖനാക്കാൻ പോകുന്ന എന്തെങ്കിലും ദൗർബല്യം അർജുനനുള്ളിൽ ഉണ്ടെങ്കിൽ അത് യുദ്ധത്തിന് മുമ്പ് വെളിവായി കിട്ടണം. അതല്ല, യുദ്ധത്തിൻ്റെ നടുവിലാണ് യോദ്ധാവിൻ്റെ ദൗർബല്യം മറന്നേക്ക് പുറത്തു വരുന്നതെങ്കിൽ അത് യോദ്ധാവിനും ആ യുദ്ധപക്ഷത്തിനും വിനാശകരമായിരിക്കും. ഭീഷ്മർ അർജുനൻ്റെ പിതാമഹനും ദ്രോണർ ഗുരുവുമാണ്. ഈ രണ്ടുപേരും അർജുനൻ്റെ ആരാധ്യപാത്രങ്ങളുമാണ്. ഇവരോട് യുദ്ധം ചെയ്യാൻ അർജുനൻ എന്തെങ്കിലും വൈഷമ്യമുണ്ടെങ്കിൽ ഇപ്പോൾ അത് മറന്നേക്ക് പുറത്തു വരും. ഇവിടം താണ്ടിക്കിട്ടിയാൽ പിന്നെ വിജയന് ജയിക്കാൻ കഴിയാത്തതായി ഈ കുരുക്ഷേത്രത്തിൽ ഒന്നും ഉണ്ടാകില്ലെന്ന് കൃഷ്ണൻ അറിയാം. രോഗിയുടെ ഉള്ളിലെ വിഷം ഛർദിപ്പിച്ച് പുറത്തെടുക്കാൻ വിഷഹാരി ചെയ്യുന്ന ചികിത്സ പോലൊരു പ്രയോഗമാണ് രഥം അങ്ങനെ കൊണ്ടു നിർത്തിയതിൻ്റെ പിന്നിലെ കൃഷ്ണചിന്ത എന്ന് കരുതാം. രണ്ട് സേനകൾക്ക് നടുവിലായി ശ്രീകൃഷ്ണൻ രഥം കൊണ്ടു നിർത്തിയ വിധവും അതേ തുടർന്ന് അർജുനനുണ്ടാകുന്ന ഭാവപകർച്ചകളും ദ്വന്ദ്ഭാവങ്ങൾക്ക് നടുവിലകപ്പെട്ട് വിഷമവൃത്തത്തിലാകുന്ന മനുഷ്യന്റെ ദയനീയ ചിത്രം വരച്ചു കാട്ടുന്നുമുണ്ട്. വിവേകശാലിയായ ഒരു സുഹൃത്തിൻ്റെ സഹായം അങ്ങേയറ്റം ആവശ്യമായി വരുന്ന സന്ദിഗ്ധ മുഹൂർത്തമാണിത്. അതുകൊണ്ടാണ് കൃഷ്ണനെ പോലൊരു തേരാളിയുടെ കയ്യിൽ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ വലിക്കുന്ന നമ്മുടെ ശരീരരഥത്തിൻ്റെ നിയന്ത്രണം കൊടുക്കണമെന്ന് പറയുന്നത്. ബുദ്ധിയാകുന്ന കൃഷ്ണൻ മനസ്സാകുന്ന കടിഞ്ഞാണിലൂടെ കുതിരകളെ നിയന്ത്രിച്ച് ശരീരരഥത്തെയും രഥത്തിൻ്റെ ഉടമയായ ജീവാത്മാവിനെയും കാത്തുരക്ഷിച്ചുകൊള്ളും. ഈ ചൊല്ലിയ ശ്ലോകങ്ങളിൽ ചില വിശേഷനാമങ്ങൾ ഈ കൃഷ്ണനും അർജുനൻ്റെയും പേരിൽ പ്രയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് 24-ാം ശ്ലോകത്തിൽ കാണാം. ഏവമുക്തോ ഹൃഷീകേശോ ഗുഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്വാപയിത്വാ രഥോത്തമം. ഈ ശ്ലോകത്തിലെ ഋഷികേശൻ എന്നും ഗുഢാകേശൻ എന്നുമുള്ള രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഗുഢാകേശൻ എന്നുള്ളത് അർജുനനെ ഉദ്ദേശിക്കുകയും ഋഷികേശൻ എന്നത് കൃഷ്ണനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് രണ്ട് സേനയുടെയും മധ്യത്തിൽ ഭീഷ്മർ ദ്രോണർ മുതലായ എല്ലാ പ്രമുഖരുടെയും മുമ്പിലായിട്ട് ശ്രേഷ്ഠമായ രഥത്തെ നിർത്തിയാലും എന്ന് അർജുനൻ പറഞ്ഞത് കേട്ട ശേഷം കൃഷ്ണൻ അപ്രകാരം ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം കൃഷ്ണനെ ഋഷികേശോ എന്ന് പറയുന്നു. ഋഷികേശോ നേരത്തെയും പറയുന്നുണ്ട്. 15-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ. അവിടെ ഹൃഷീകേശൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനും ധനഞ്ജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനനുമാണ്. ഇതിൻ്റെയൊക്കെ വിശദമായ അർത്ഥങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലെ ചില ഭാഗങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഈ ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവെന്നർത്ഥം. അതായത് അതേസമയം തന്നെ ഗുഢാകേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലസ്യത്തെ ജയിച്ചവനാണ്, അതായത് ഊർജ്ജസ്വരൻ. അപ്പോൾ അർജുനനെ ഗുഢാകേശനെന്നും കൃഷ്ണനെ ഋഷികേശനെന്നും ഇങ്ങനെ വിശേഷണ നാമങ്ങളിൽ കൂടി അവതരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഇവരുടെ രണ്ടുപേരുടെയും മഹത്വത്തെ വെളിവാക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണെന്ന് പറയുന്നത് അർത്ഥവത്താണ്. ഇനിയും അർജുനനാണെങ്കിലും ഗുഢാകേശൻ എന്നാണ് പറഞ്ഞത്. അതായത് നിദ്രയെ ജയിച്ചവനാണ്, അതായത് ഊർജ്ജസ്വലനാണ്, എപ്പോഴും ചുറുചുറുക്കോടുകൂടി എന്ത് ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ സന്ദർഭങ്ങളുടെ പ്രസക്തിക്കും അർത്ഥവിപുലീകരണത്തിനും വേണ്ടി വ്യക്തികളുടെയും വസ്തുക്കളുടെയും വിശേഷനാമങ്ങൾ ഗീതാകാരൻ ഭഗവത്ഗീതയിൽ ഉടനീളം പ്രയോഗിക്കുന്നുണ്ട്. അത് ഭഗവത്ഗീത കൃത്യമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഓരോ സ്ഥലങ്ങളിലും അർജുനന് തന്നെ പല 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 പേരുകളാണ് കൊടുക്കുന്നത്. പല ഇടങ്ങളിലും എന്താണോ അവിടെ പ്രതിപാദിക്കുന്നത്, ആ പ്രതിപാദിക്കുന്ന ആ അവസരത്തിനോ ആ ഗുണത്തിനോ യോജിക്കുന്ന വിധത്തിലുള്ള ഒരു പേരായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് നൽകുന്നത്, അർജുനന് നൽകുന്നത്. കൃഷ്ണൻ്റെ കാര്യവും അത് തന്നെ. അപ്പോൾ ഈ ഗീതാകാരൻ വളരെ സൂക്ഷിച്ചാണ് ഓരോ വാക്കുകളും പ്രയോഗിക്കുന്നത്, ഓരോ നാമങ്ങളും പ്രയോഗിക്കുന്നത് എന്നതും നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ രണ്ട് സേനകളുടെയും മധ്യത്തിലായിക്കൊണ്ട് രഥം നിർത്തി. അതും രഥം അർജുനൻ്റെ ഇതായിട്ടുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ കൃഷ്ണനോട് പറയുന്ന ആ ഭാഷയുടെ ഘടനയിൽ നമുക്ക് മനസ്സിലാക്കാം അർജുനൻ പ്രതികാര വാഞ്ചയോടെയാണ് വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞത്, കൃഷ്ണ, രണ്ട് സേനകൾക്കും നടുവിലായിട്ട് രഥത്തെ കൊണ്ട് നിർത്തിയാലും എന്നോട് ആരെല്ലാമാണോ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് അവരെ ഞാനൊന്ന് കാണട്ടെ. അത്
ഞാൻ ശരിയായിട്ട് കാണുന്നവരെ അവിടെ നിർത്തിയാട്ടെന്നാണ് പറഞ്ഞ രഥം. അപ്പോൾ ദുര്യോധനാദികൾ അവരോട് ചെയ്തിട്ടുള്ള അനീതികൾക്കും അധർമ്മങ്ങൾക്കുമുള്ള പ്രതികാരം വീട്ടാനുള്ള ആ മനോഭാവത്തോടെ തന്നെയാണ് അർജുനൻ ഇവിടെ വന്നിരിക്കുന്നത്. അർജുനൻ ഈ ശത്രുപക്ഷത്തെ നോക്കാൻ പോകുന്നതും ഈ പ്രതികാര വാഞ്ചയോടാണ്. സർവവും തകർക്കണം, എല്ലാം നശിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം തന്നെ മനസ്സിൽ ഉണ്ടെന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ നിന്നും വായിച്ചെടുക്കാം. അപ്പോൾ ഇനി അടുത്ത 26-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതॄനതം പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശിശുരാൻ സുഹൃദക്ഷൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. അപ്പോൾ അർജുനൻ അവിടെ രണ്ട് സൈന്യങ്ങളിൽ നിൽക്കുന്ന പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും അപ്രകാരം തന്നെ ഭാര്യാപിതാക്കന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു. അർജുനൻ കൃഷ്ണൻ രഥം കൊണ്ടുപോയി ഭീഷ്മരുടെയും ദ്രോണരുടെയും മുമ്പിലായിട്ട് നിർത്തിക്കൊടുത്തു. അവരെ രണ്ടുപേരെയും കണ്ടു അർജുനൻ. അതിനുശേഷം അർജുനൻ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പം കണ്ട ആളുകളുടെയൊക്കെ കാഴ്ചയാണ് ഇപ്പോൾ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിച്ചത്. അപ്പോൾ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? പ്രതികാര വാഞ്ചയോടുകൂടി അദ്ദേഹം ഇവരോടൊക്കെ ഏറ്റുമുട്ടാൻ പോകുമെന്ന് വിചാരിച്ചത്. പക്ഷേ സംഭവിക്കുന്നത് അതല്ല. അർജുനന് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതികാര വാഞ്ചയുമെല്ലാം പോവുകയാണ്. അദ്ദേഹം വിഷാദത്തിലേക്ക് പതുക്കെ നിരങ്ങി നീങ്ങുകയാണ്. ഇവിടെ മുതലാണ് നമുക്ക് 1-ാം അധ്യായത്തിനെ അർജുന വിഷാദ യോഗം എന്ന് വിളിക്കുന്നതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാകുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ യുദ്ധ പശ്ചാത്തല വർണ്ണനകളും അവർ ഈ സഞ്ജയൻ്റെ മനസ്സിൽ പാണ്ഡവപക്ഷത്തോടുള്ള ഒരു സ്നേഹവും ഈ യുദ്ധമൊന്നും നിർത്തി കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു ആഗ്രഹ പ്രകടനവും അത് ധൃതരാഷ്ട്രോട് പറയുന്നതിലുള്ള ആ പ്രത്യേകതകളും അങ്ങനെയൊക്കെയുള്ള ഒരു യുദ്ധ പശ്ചാത്തലമായിരുന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രംഗസൃഷ്ടിയാണെന്ന് പറഞ്ഞു. ഇത് ഈ വേദാന്ത തത്വബോധനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും അതിൻ്റെ ഒരു രംഗസൃഷ്ടിയാണെന്ന് പറഞ്ഞു. ഒരു രംഗസൃഷ്ടിയും നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഇതുവരെ പറഞ്ഞ ഭാഗമൊക്കെ മഹാഭാരതത്തിലുള്ളതാണ്, ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഉള്ളതാണ്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഈ യുദ്ധ പശ്ചാത്തലത്തെയാണ് എടുക്കുന്നത്. ഇനി എന്നത് നമുക്ക് നിശ്ചയം അതേ തത്വവിചാരധാരകളിൽ നിന്നും ഗീതാകാരൻ എഴുതി ഉണ്ടാക്കുന്നതാണെന്നും അത് കൃഷ്ണനിലൂടെ വെളിയിലേക്ക്, കൃഷ്ണൻ്റെ ജിഹ്വയിലൂടെ വെളിയിലേക്ക് പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം. അപ്പോൾ അർജുനൻ ഇവരെയെല്ലാം നോക്കി കണ്ടു. ഇനി എന്താണ് അർജുനൻ പറയാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ പ്രതികാരമൂർത്തിയായി നിൽക്കുകയാണ് അർജുനൻ. അവിടെ നിന്ന് ഒരൊറ്റ വീഴ്ചയാണ് താഴേക്ക് നോക്കാം. കൃപയാ പരാവിഷ്ടു വിഷീദന്നിതമബ്രവീത്. ആ കുന്തിപുത്രൻ ബന്ധുക്കളെയെല്ലാം നോക്കിക്കണ്ട് അത്യധികമായ കാരുണ്യത്താൽ ആവേശിക്കപ്പെട്ടവനായി വിഷാദം പൂണ്ടിങ്ങനെ പറഞ്ഞു. അതായത് അദ്ദേഹം വിഷാദഗ്രസ്തനായി. പ്രതികാരവാഞ്ചയെല്ലാം വിട്ട് ബന്ധുജനങ്ങളെയും മിത്രങ്ങളെയും എല്ലാം മുമ്പിൽ കണ്ട്, ആചാര്യന്മാരെയെല്ലാം മുമ്പിൽ കണ്ടതോടെ അദ്ദേഹത്തിൻ്റെ പ്രതികാരവാഞ്ചയെല്ലാം പോയി. അദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പോലും മറന്നുപോയി. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ തുടങ്ങിയ ഭാവങ്ങൾ അദ്ദേഹത്തിനെ അടിമപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം അത്യധികമായ കാരുണ്യത്താൽ ആവേശിക്കപ്പെട്ടവനായി, അതായത് കൃപയാ പരാവിഷ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷാദം പൂണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അങ്ങേയറ്റം ഒരു ദുഃഖിതനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഈ അർജുനൻ്റെ വിഷാദത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വ്യാഖ്യാതാക്കൾക്കിടയിലുള്ളത്. അത് ശങ്കരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനത്തിൽ നോക്കിയാൽ അദ്ദേഹം വളരെ ശങ്കരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനം പോകുന്നത് എങ്കിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ഒരു തനി ഭീരുവിൻ്റെ പ്രകടനമാണ് ഈ കാണിക്കുന്നത്. യുദ്ധക്കളത്തിൽ വന്നിട്ട് കരയാനും പിടിക്കാനൊന്നുമല്ല നോക്കേണ്ടത്. യുദ്ധക്കളത്തിൽ ക്ഷാത്രവീരൻ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു പാസേജിൽ പറയുന്നുണ്ട്,
ഇങ്ങനെയുള്ള കരച്ചിൽ കേട്ടാൽ മനുഷ്യർക്ക് ഇഷ്ടപ്പെടത്തില്ല, പിന്നല്ലേ ഈശ്വരനെ എന്ന് പറയുന്നത്. അതായത് ഈശ്വരനോടാണല്ലോ കരയുന്നത്. അർജുനൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ നിന്നാണല്ലോ ഈ പറയുന്നതല്ല. അപ്പം വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് മനുഷ്യനെ ഈ വിവരദോഷികളുടെ കരച്ചിൽ കേൾക്കുന്നത് ഇഷ്ടമല്ല, പിന്നാണോ ഈശ്വരനെ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത്ര തീവ്രമായിട്ടാണ് ഈ വിഷയത്തെ വിവേകാനന്ദ സ്വാമികൾ എടുത്തിരിക്കുന്നത്. ചിന്മയാനന്ദ സ്വാമികളും ഏതാണ്ട് അതേ ഭാഷയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തിനു പറയുന്നു, ശ്രീകൃഷ്ണൻ പോലും 2-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ ആണും പെണ്ണും കെട്ടവനെ എന്ന് പോലും അർജുനനെ കയറി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അർജുന ഉവാച, അപ്പം അർജുനൻ പറഞ്ഞു, വളരെ വിഷാദഗ്രസ്തനായി ദുഃഖഭാവത്തിൽ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേം രോമഹർഷച്ഛജായതേ ഗാണ്ഡീവം സംസൃതേ ഹസ്താത്വക്ചൈവ പരിദഹ്യതേ നച ശക്നോമ്യ വ്യവസ്ഥാതും ഭ്രമതീവ ച മേ മന. ഇതിൻ്റെ അർത്ഥം അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അടുത്തു നിൽക്കുന്നവരുമായ ഈ ബന്ധുക്കളെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു, വായ വരണ്ടു പോകുന്നു, എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു, ഗാന്ധീവൻ കയ്യിൽ നിന്നും വഴുതി വീഴുന്നു, ദേഹമാസകലവും ചുട്ടുനീറുന്നു, തേരിലിരിക്കുന്നതിന് തന്നെ എനിക്ക് ശക്തിയില്ലാതാകുന്നു, എൻ്റെ മനസ്സ് വല്ലാതെ ഭ്രമിക്കുന്നതായും തോന്നുന്നു. ഒരു കലർന്ന ഒരു മാനസികാവസ്ഥയിലാണ് അർജുനൻ ചെന്ന് പതിച്ചിരിക്കുന്നത്. അർജുനൻ്റെ സകല ശക്തികളും ചോർന്നു പോകുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നു. കാരണം ഈ പദങ്ങളെല്ലാം പറയുന്നത് അർജുനൻ തളരുന്നു, വായ വരണ്ടു പോകുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാകുന്നു, ഗാന്ധീവൻ കയ്യിൽ നിന്നും ഊർന്നു താഴെ വീഴുന്നു, ദേഹമാസകലവും ചുട്ടുനീറുന്നു, തീരിലിരിക്കുന്നതിന് തന്നെ എനിക്ക് ശക്തിയില്ലാതാകുന്നു, എൻ്റെ മനസ്സ് വല്ലാതെ ഭ്രമിക്കുന്നതായും തോന്നുന്നു എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഒരു തീവ്ര മനോരോഗിയുടെ ലെവലിലേക്ക് അർജുനൻ പതിച്ചിരിക്കുന്നു. വിഷാദഭാവത്തിൽ നിന്നുള്ള അബദ്ധജടിലങ്ങളായ പ്രസ്താവങ്ങളാണ് ശ്രീകൃഷ്ണനെ അർജുനനെ ഉപദേശിക്കാൻ തന്നെ കാരണമാകുന്നത്. അർജുനൻ ഒരുപാട് അബദ്ധങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയാൻ പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എല്ലാം വിട്ടുപോയിരിക്കുന്നു, സകല ശക്തിയും ചോർന്നു പോയി. അപ്പോൾ ഇനിയും വിളിച്ച് പറയാൻ പോകുന്നത് എല്ലാ അബദ്ധങ്ങളാണ്. ഈ അബദ്ധങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളാണ് കൃഷ്ണൻ അർജുനൻ നൽകാൻ പോകുന്നത്. അതാണ് ഗീതോപദേശം എന്ന് പറയുന്നത് തന്നെ. അതെല്ലാം ആർഷഭാരത സംസ്കാരത്തിൽ ഋഷീശ്വരന്മാർ വേദാന്ത രൂപമായിട്ട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളാണ് ഇവിടുന്നത്. നമുക്കതെല്ലാം ഗംഭീരമായിട്ട് പഠിക്കാം. അപ്പം ഇപ്പോൾ നമ്മൾ അർജുനൻ്റെ വിഷാദത്തിൽ നമ്മൾ നിർത്തുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അർജുനൻ്റെ വിഷാദത്തിൻ്റെ കാരണങ്ങൾ എന്താണ്, അർജുനൻ ഈ വിഷാദഭാവത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്, മുമ്പിൽ നിൽക്കുന്നത് കൃഷ്ണനാണെന്ന് പോലും മനസ്സിലാക്കാതെ അദ്ദേഹം എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്, എല്ലാം പുള്ളിയുടെ ന്യായീകരണങ്ങൾ എന്തൊക്കെ ഇതെല്ലാം നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.